ഹായ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഹോംവർക്കായിട്ട് ഞാൻ ലീവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹോംവർക്കായിട്ട് തന്നെ ചെയ്യാം. അപ്പം നമ്മൾ ലീവ് ചെയ്ത് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്ന, എന്നാൽ അത്ര ഡിഫിക്കൽട്ടൊന്നും അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റേ വിത്ത് മീ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എക്സസൈസ് 5.1 കുറച്ച് വേർഡ് പ്രോബ്ലംസ് ആയിരുന്നു ഉണ്ടായിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ചോദ്യത്തിൻ്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു കീ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫോളോയിങ് സിറ്റുവേഷൻസ് ഒരു എ പി ഫോം ചെയ്യുമോ ഇല്ലയോ. ഓക്കെ, ഡസ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഫോം ആൻ എ പി ഓർ നോട്ട്. സോ വി ഹാവ് ടു റൈറ്റ് ദ നമ്പേഴ്സ് കറസ്പോണ്ടിങ് ടു ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. എന്നിട്ട് അത് എ പി ആണോ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ വെൻ ദ ഫെയർ ഈസ് 15 rupees ഫോർ ഫസ്റ്റ് കിലോമീറ്റർ ആൻഡ് 8 ഫോർ അഡീഷണൽ കിലോമീറ്റർ. അതായത് ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയുമോ? 1 കിലോമീറ്റർ കഴിയുമ്പം എത്രയായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്, 2 കിലോമീറ്റർ കഴിയുമ്പം എത്രയായിട്ട് കൊടുക്കേണ്ടത്, അതാണ് ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ. ആദ്യം 1 കിലോമീറ്റർ, പിന്നെ 2 കിലോമീറ്റർ, അങ്ങനെയാണെങ്കിൽ 3 കിലോമീറ്റർ കഴിയുമ്പോൾ എത്ര കൊടുക്കണം, 4 കിലോമീറ്റർ കഴിയുമ്പം എത്ര കൊടുക്കണം, അതാണ്. ഓക്കെ, ആദ്യത്തെ കിലോമീറ്ററിന് എത്രയാണ്? 15 rupees. യാ, ദെൻ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ, പിന്നെ ഓരോ സക്സീഡിങ് കിലോമീറ്ററിന് എത്രയാണ്? 8 ഫോർ അഡീഷണൽ കിലോമീറ്റർ. ആദ്യത്തെ കിലോമീറ്റർ 1 കിലോമീറ്റർ നിങ്ങൾ ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 15 rupees. പക്ഷേ 2 കിലോമീറ്റർ ആണെങ്കിലോ ആദ്യത്തെ 1 കിലോമീറ്ററിന് 15ഉം അടുത്ത് 8ഉം. അപ്പോൾ എത്രയാണ്? 15 + 8, യാ 23. അടുത്ത് ഇനി 3 കിലോമീറ്റർ ആണെങ്കിലോ ആദ്യത്തെ 15ഉം കൊടുക്കണം അല്ലേ, പിന്നത്തെ 8ഉം, അതായത് 15ഉം ഒരു 16ഉം കൂടെ വരും അല്ലേ. സോ 15 + 16 അല്ലേ, 15ഉം ഈ 2 8ഉം കൊടുക്കണം. ആദ്യത്തെ കിലോമീറ്ററിന് 15 എന്തായാലും കൊടുക്കണം, പിന്നെ ഇവിടുത്തെ 8ഉം. അപ്പോൾ 15 + 16 എത്ര വരും? ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 31 ആകും. അതായത് ഈ സീരീസ് ഓഫ് നമ്പേഴ്സ് ഇപ്പോൾ ഇങ്ങനെയാണ്: 15, 23, 31. ഡസ് ഇറ്റ് ഫോം ആൻ എ പി? യാ, ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? ഇവിടുത്തെ ഡിഫറൻസ് നോക്കുക, എന്നിട്ട് എ പി ആണോ നോക്കിയാൽ മതിയല്ലോ. എന്താ, 8 ആണ് കോമൺ ഡിഫറൻസ്. സോ ഇറ്റ് ഫോംസ് ആൻ എ പി എന്ന് വ്യക്തമായിട്ട് ആൻസർ എഴുതാം. അടുത്തത്, ദ എമൗണ്ട് ഓഫ് എയർ പ്രസൻറ്റ് ഇൻ എ സിലിണ്ടർ വെൻ എ വാക്വം പമ്പ് റിമൂവ്സ് 1/4 ഓഫ് എയർ റിമൈനിങ് ഇൻ ദ സിലിണ്ടർ അറ്റ് എ ടൈം. അതായത് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, അതിനെപ്പറ്റി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം നമുക്ക് വേണമെങ്കിൽ. ദ എമൗണ്ട് ഓഫ് എയർ പ്രസൻറ്റ് ഇൻ എ സിലിണ്ടർ എന്നാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു ബലൂൺ, എമൗണ്ട് ഓഫ് എയർ എന്ന് വെച്ചാൽ ഇറ്റ് റിലേറ്റഡ് ടു ഇറ്റ്സ് വോളിയം. ഒരു ബലൂണിൽ വി വോളിയം ഉണ്ട്, വി വോളിയം അല്ലെങ്കിൽ വി മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ വി ലിറ്റർ ഓഫ് എയർ ഉണ്ട്. ഓക്കെ, നമ്മളിതിലൊരു വാക്വം പമ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബലൂണിൽ നിന്ന് കുറച്ച് ഓരോ ടൈമിലും എത്ര എയർ അഴിച്ചു വിടുന്നു? ഓക്കെ, അപ്പോൾ നമുക്കൊരു വി മീറ്റർ ക്യൂബ് വോളിയം ഒരു ബലൂണിലുണ്ടെന്ന് വിചാരിക്കാം. പിന്നെ കുറച്ച് കാറ്റ് നമ്മൾ ഊരി വിടുന്നു. എത്ര? ഓരോ സമയത്തും 1/4 ഓഫ് ദ എയർ ഇൻ ദ ബലൂൺ നമ്മൾ ഒഴിവാക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ പറയാം, 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബലൂണിലെ എയറിന് ഒരു 4 ഭാഗമാക്കി എന്ന് വിചാരിച്ചു. ഇങ്ങനെ അതിലൊരു 1/4 എയർ ഒഴിവാക്കി വിടുന്നു. ചുരുക്കം പറഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം 32 ലിറ്റർ എയർ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കുറച്ച് അടുത്ത പ്രാവശ്യം എത്ര ഉണ്ടാവുള്ളൂ? ഇതിൽ നിന്ന് 1/4 ഭാഗം എയർ കളയും എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് 32 കളയും. ബാക്കി എത്ര ഉണ്ട്? അതായത് എത്ര കളയും? 1/4 ഓഫ് 32 എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു ഇവിടെ 8 വരില്ലേ, അതായത് 8 ലിറ്റർ കളയും. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ആദ്യം 32 ലിറ്റർ ബലൂണിലുണ്ടെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ പ്രാവശ്യം 32 ലിറ്റർ ഉണ്ടാവില്ല. ഈ 32 ലിറ്ററിൽ നിന്ന് 1/4 ഭാഗം കളയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 32ൻ്റെ 1/4 ഭാഗം കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലിറ്റർ കളയും. 32 നിന്ന് 8 പോയാൽ എത്രയാണോ അതാണ് ഉണ്ടാവുള്ളൂ. 32 നിന്ന് 8 പോയാൽ എത്ര? 24 മറ്റോ ആണ് അല്ലേ. ഓക്കെ, ഇനി വീണ്ടും 24ൽ നിന്ന് എന്ത് ചെയ്യും? 1/4 കളയും. അപ്പോൾ 24 × 1/4 കളയും. അപ്പോൾ അത് 6 ലിറ്റർ പോകും. അപ്പോൾ പിന്നെ അടുത്തത് 24 ഉണ്ടാവില്ല. 24ൽ നിന്ന് 6 പോയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ. ഓക്കെ, അപ്പോൾ 24ൽ നിന്ന് 6 പോയാൽ എത്ര ഉണ്ടാവും? അപ്പോൾ 18. അപ്പോൾ ഇങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ, നിങ്ങളത് കാണുകയാണെങ്കിൽ തന്നെ അത് എന്താണ് പറയുക, എ പിയിലല്ല എന്ന് മനസ്സിലാവും. ഇതൊരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളൊരു 40 ലിറ്ററാണ് ഒരു ബലൂണിലുള്ളതെന്ന് വിചാരിക്കുക. അടുത്ത പ്രാവശ്യം എത്ര ഉണ്ടാവും? 40ൻ്റെ 1/4 നമ്മൾ കളയണം, അതായത് 10 ലിറ്റർ പോകും. അപ്പോൾ 30. പിന്നെ അടുത്ത എത്ര ഉണ്ടാവും? അടുത്തത് എന്തോരം ഉണ്ടാവും? 30ൻ്റെ 1/4 കളയണം. അത് എത്രയാണ് നോക്കുക, എത്ര ഉണ്ടാവും? അത് എത്ര ഇങ്ങനെ വരും അല്ലേ,
7.5 കളയണം അങ്ങനെ. അപ്പോൾ അങ്ങനെ തന്നെ നോക്കുമ്പോൾ അത് AP അല്ല എന്ന് മനസ്സിലാവും. പക്ഷേ ജനറലി നമുക്കങ്ങനെ എക്സാമ്പിൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു V ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. അടുത്തത് എത്ര ഉണ്ടാവും? V ഉണ്ടാവുമോ? ഇല്ല. Vൻ്റെ 1/4 ഭാഗം കളയും. അതായത് ഇവിടെ എത്ര ഉണ്ടാവുക? Vൻ്റെ 1/4 ഭാഗം കളയും എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? ബാക്കി ഉള്ളതിനാണ് AP ഫോം ചെയ്യുമെന്ന് നോക്കേണ്ടത്. നോക്കിയതാ, ദ എമൗണ്ട് ഓഫ് എയർ പ്രസൻറ്റ് ഇൻ എ സിലിണ്ടർ വെൻ എ വാക്വം പമ്പ് റിമൂവ്സ് 1/4 ഓഫ് എയർ റിമൈനിങ് ഇൻ ദ സിലിണ്ടർ അറ്റ് എ ടൈം. അതായത് എയർ പോകുന്ന എയർ അല്ല AP ആണോ നോക്കുന്നത്, ഇതിൽ നിന്ന് കളയുന്ന എയർ അല്ല AP ആണോ നോക്കേണ്ടത്, മറിച്ച് അതിൽ ബാക്കിയുള്ള എയർ. ആദ്യം V ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അടുത്തതിൽ എത്ര ഉണ്ടാവും? Vൻ്റെ 1/4 ഭാഗം കളയുമല്ലോ, അതായത് V ഇൻറ്റു 1/4 ഭാഗം കളയും. അതായത് V ഇൻറ്റു 1/4 എന്ന് വെച്ചാൽ എന്താണ്? V/4 ഭാഗം കളയും. ഏതിൽ നിന്ന്? Vയിൽ നിന്ന് V/4 ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടോ അതാണ് ഉണ്ടാവുക. അതായത് V മൈനസ് V/4 ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ, ഇവിടെ 32 ലിറ്റർ ആയിരുന്നു. 32ൻ്റെ 1/4 ഭാഗം 8 ലിറ്റർ കളഞ്ഞിട്ട് 32 - 8 ആണ് ഇവിടെ ബാക്കിയുള്ളത് എന്ന് പറയുന്ന പോലെ V ആണ് ആദ്യമെങ്കിൽ രണ്ടാമത് Vൻ്റെ 1/4 ഭാഗം, അതായത് V/4 ഈ V ന്ന് കളയണം. അതായത് V മൈനസ് V/4 ഇതിലുണ്ടാവുള്ളൂ. എന്ന് പറയുമ്പോൾ എത്ര വരും? 4V - V 3V/4. ഇത് പറ്റുന്ന കുട്ടികൾ പഠിക്കണം കേട്ടോ. 3V/4. അടുത്ത ബലൂണിൽ എത്ര ഉണ്ടാവും? ഈ 3V/4ൻ്റെ 1/4 ഭാഗം കളഞ്ഞിട്ട് ബാക്കി. 3V/4ൻ്റെ 1/4 ഭാഗം എന്ന് വെച്ചാൽ എന്താ? 3V/4 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 3V/16. ഈ 3V/16 ഇതിൽ നിന്ന് ഒഴിവാക്കണം. 3V/4 നിന്ന് ഒഴിവാക്കണം. അതായത് 3V/4 മൈനസ് 3V/16. ഓക്കെ, ഇത് സബ്ട്രാക്ട് ചെയ്ത് ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആവുമല്ലോ. അപ്പം 12V/16 മൈനസ് 3V/16 എത്ര ഉണ്ടാവും? അത് 9V/16. അതായത് 9V/16. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു AP ഫോർമാറ്റിലല്ല പോകുന്നത്. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയാം. സോ ഇറ്റ് ഡസ് നോട്ട് ഫോംസ് ആൻ AP എന്ന് കൺക്ലൂഡ് ചെയ്യാം. കാരണം V 3V/4 9V/16 എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ 4ൻ്റെ ഒക്കെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടല്ല, അപ്പോൾ ഒരു അഡീഷനോ സബ്ട്രാക്ഷനോ അല്ല കറക്റ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് ഫോംസ് ആൻ AP. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഗതിയില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ എക്സാമ്പിൾ എങ്കിലും ചെയ്യുക കേട്ടോ. എക്സാമ്പിളാണ് കുറച്ചും കൂടെ മനസ്സിലാക്കി എളുപ്പം. പക്ഷേ നമുക്ക് ജനറലി ഇങ്ങനെ തന്നെ പറയണം. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയാം, എങ്കിലും പറ്റുന്ന കുട്ടികൾ പഠിച്ചു വെക്കാം. അടുത്തതാണ് ദ കോസ്റ്റ് ഓഫ് ഡിഗിങ് എ വെൽ ആഫ്റ്റർ എവരി മീറ്റർ ഓഫ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലെ, ആഫ്റ്റർ എവരി മീറ്റർ ഓഫ് ഡിഗിങ് വെൻ ഇറ്റ് കോസ്റ്റ് 150 ഫോർ ദ ഫസ്റ്റ് മീറ്റർ ആൻഡ് റൈസസ് ബൈ 50 rupees ഫോർ ഈച്ച് സബ്സിക്വൻറ്റ് മീറ്റർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ കുഴിക്കാണ്. ആദ്യത്തെ മീറ്ററിന് എന്താണ് 150 രൂപ കൊടുക്കണം. ഇത് ആദ്യത്തെ മീറ്ററിന് കേട്ടോ. ആദ്യത്തെ മീറ്ററിന് 2 മീറ്റർ കുഴിച്ച് കഴിയുമ്പം ഈ 150 രൂപ കൊടുത്താൽ മതിയോ? ഈ 150 ആദ്യത്തെ മീറ്ററിനും പിന്നെ എത്ര രൂപയാണ്? 50 രൂപ. അപ്പോൾ എത്രയും 200 ആവും. 3 മീറ്റർ കുഴിച്ച് കഴിയുമ്പോഴോ ആദ്യത്തെ 150 പിന്നെ ഇവിടുത്തെ 50 ഇവിടുത്തെ 50 വരില്ലേ? 3 മീറ്റർ കുഴിച്ച് കഴിയുമ്പോൾ പറയുമ്പോൾ ആദ്യത്തെ മീറ്റർ 150 എന്തായാലും കൊടുക്കണം. പിന്നെ വരുന്ന 250 150 100 അല്ലേ? അപ്പോൾ എത്ര വരും? 250. 4 മീറ്റർ കുഴിച്ച് കഴിയുമ്പോഴോ ആദ്യത്തെ മീറ്ററിന് 150 കൊടുക്കണം, പിന്നെ ഒരു 50 വരില്ലേ? അപ്പോൾ എത്രയും 4 മീറ്റർ എന്ന് പറയുമ്പം അതിലൊരു മീറ്ററിന് 150, ബാക്കി 3 മീറ്ററിന് 50 വെച്ചിട്ടും. അപ്പോൾ എത്രയാണ്? 3 മീറ്ററിന് 50 വെച്ച് 150, അപ്പോൾ ഇവിടെ 300 ആവും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ സീരീസ് ഓഫ് നമ്പർ 150 200 250 300 അങ്ങനെ പോകും. 150 200 250 150 200 250 300 അങ്ങനെ പോകും. ഇറ്റ് ഫോംസ് ആൻ AP അല്ലേ? അവിടെ ക്ലിയർ ആണ്. അടുത്തത് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു 2 ഫോർമുല അത് നിങ്ങൾ പഠിച്ചതാണ് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ മറ്റോ ഞാൻ പഠിപ്പിച്ചാന്ന് തോന്നുന്നു. അതായത് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR/100. ഇതെന്താണ്? P എന്ന് വെച്ചാൽ എമൗണ്ട്, N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, R എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100. സിമ്പിൾ ഇൻട്രസ്റ്റ്, ഇത് റിമാർക്ക് എന്ന് പറഞ്ഞ ഫോർമുല എഴുതി വെക്കണേ. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് സാധാരണ പലിശ. ഇത് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുലയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല PNR/100. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റാണ് കിട്ടുക. ഇനി ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കേസ് ആണെങ്കിൽ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ പലിശ, അതിൽ പലിശ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുലയാണിത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുലയല്ല ഉള്ളത്, ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഫോർമുലയാണ്. എമൗണ്ട് ഈസ് ഈക്വൽ ടു P × 1 + R/100 all raised to n. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് കാണാനുള്ള സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുലയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഫോർമുലയാണ് ഉള്ളത്. P × 1 + R/100 all raised to n. ഇവിടെ P എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, N നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യും?
കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ടോട്ടൽ എമൗണ്ടിനുള്ള ഫോർമുലേ ഉള്ളൂ. ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ എമൗണ്ട് അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് കിട്ടുമല്ലോ. 8ാം ക്ലാസ്സിൽ ഒന്ന് റീകോൾ ചെയ്യാം, അല്ലാണ്ട് വേറൊരു നിവർത്തിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് നോക്കാം. ദ എമൗണ്ട് ഓഫ് മണി ഇൻ ദ അക്കൗണ്ട് every year when 10,000 is deposited at a കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് 8% per annum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും കഴിയുമ്പോൾ ഉള്ള എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഉള്ള എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് എമൗണ്ടിനെ ഫോർമുല ഉള്ളൂ, ടോട്ടൽ എമൗണ്ടിന്. അത് തന്നെ ചോദിച്ചേക്കുന്നതാ എമൗണ്ട് ഓഫ് മണി ഇൻ ദ അക്കൗണ്ട് എവരി ഇയർ എന്ന് വെച്ചാൽ ആദ്യത്തെ ഇയറിൽ എത്ര എമൗണ്ട് ഉണ്ടാവും? ഈ ഫോർമുല ഉപയോഗിക്കാം. എന്ത്? P × 1+R/100 all raised to n എന്ന് പറയുമ്പോൾ P എന്താണ് ഇവിടെ? 10,000. 1+R എത്രയാണ്? 8 ആണല്ലോ. 8/100 all raised to 1. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് N1 ഇത് കൊടുത്താൽ മതി. 10,000 ഇൻറ്റു ഇവിടെ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 108/100 എന്ന് കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 108 പിന്നെ ഒരു 3 0 ഇത്ര എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ഇയറിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? വീണ്ടും ഫോർമുല P × 1+R/100 all raised to n. അതിൽ P എന്താണ്? നമുക്ക് 10,000 ഇൻറ്റു 1+R എത്രയാണ്? 8/100 all raised to എത്രയാണ്? 2. 2 വർഷം കഴിയുമ്പോഴാണല്ലോ. അപ്പോൾ എത്ര വരും? നമുക്ക് 10,000 108/100 ഓൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? 10,000 ഇൻറ്റു 108 ഇൻറ്റു 108/100 ഇൻറ്റു 100 എന്ന് വരും അല്ലേ? ഇതിൽ 2 0യും ഇതിൽ 2 0യും വെട്ടി, ഇതിൽ 2 0യും ഇതിൽ 2 0യും വെട്ടിക്കഴിഞ്ഞാൽ 108 ഇൻറ്റു 108 വിൽ ഗീവ് യു ദ ആൻസർ. ഇങ്ങനെ കിട്ടും. ഇത് ഫസ്റ്റ് ഇയറിലെ എമൗണ്ട്, ഇത് സെക്കൻഡ് ഇയറിലെ എമൗണ്ട്. ഇനി നിങ്ങൾ ഇതുപോലെ തേർഡ് ഇയറിലെ എമൗണ്ടും കണ്ടുപിടിക്കുക. എന്നിട്ട് മൂന്ന് നമ്പർ കൂടെ നോക്കിയാൽ ഇറ്റ് ഡസ് നോട്ട് ഫോംസ് ആൻ AP എന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് നിങ്ങൾ എത്തിച്ചേരും. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ സൊല്യൂഷൻ പറയുകയാണെങ്കിൽ അവരിങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. ആദ്യത്തത് 1000 × 1, ആദ്യത്തെ ഇയറിൽ 1000 × 1+8/100 അതാണല്ലോ. 10,000 × 1+8/100. രണ്ടാമത്തെ ഇയറിൽ എമൗണ്ട് എത്രയാണ്? 10,000 × 1+8/100 raised to 2. മൂന്നാമത്തെ ഇയറിൽ ഇപ്പോൾ എങ്ങനെ വരും? 10,000 × 1+8/100 all raised to 3 അല്ലേ? ഇതാണല്ലോ ഫോർമുല. P × 1+R/100 all raised to n. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് എന്നിട്ട് അവർ കൺക്ലൂഡ് ചെയ്തേക്കുന്നത് ഇത് AP അല്ല. AP അല്ല എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഒരു സാധനത്തിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുവാണെങ്കിൽ അത് AP ആയിരിക്കും. ഉദാഹരണത്തിന് ഇതാ A²A³ ഇത് ഒരു സാധനം മൾട്ടിപ്ലൈ ചെയ്ത് തന്നേക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഫോംസ് ആൻ AP. അപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഒരു സാധനം വന്ന് ഇവിടെ അതിൻ്റെ സ്ക്വയർ വന്ന് ഇവിടെ അതിൻ്റെ ക്യൂബ് വരുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ ഡസ് നോട്ട് ഫോംസ് ആൻ AP എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കുക. വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ ചെയ്യാനാണ് നല്ലത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നിങ്ങൾക്ക് ഐഡിയ ആയല്ലോ അല്ലേ? ഇനി അടുത്തത് വിച്ച് ടൈം ഓഫ് അടുത്ത ക്വസ്റ്റ്യനൊക്കെ എളുപ്പമാണ്. നമുക്ക് ആ കേസസൊക്കെ കഴിഞ്ഞു അല്ലേ? ആ കേസസൊക്കെ കഴിഞ്ഞു. അത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. പറ്റുന്ന കുട്ടികൾ പഠിക്കുക. ഓക്കെ, വിച്ച് ടേം ഓഫ് ദ AP 21, 18, 15 ഈസ് -81. അതായത് 21, 18, 15 എന്ന് തുടങ്ങുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ഇതിൽ ഏത് ടേമാണ് -81 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു ഡിക്രീസിങ് AP ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെ എഴുതി പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നെഗറ്റീവൊക്കെ വരുമല്ലോ. അതാ 21, 18, 15 അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ നെഗറ്റീവൊക്കെ വരും. അങ്ങനെ എവിടെയോ ഒരു സ്ഥലത്ത് എന്ത് വരും? -81 വരും. അത് എത്രാമത്തെ ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മാർക്ക് ഇറ്റ് ആസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൺസ് അഗെയിൻ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നെഗറ്റീവ് വരും. അങ്ങനെ നെഗറ്റീവ് വന്ന് അവസാനം -81 എത്തും. അത് എത്രാമത്തെ ടേം ആണെന്ന്. അപ്പോൾ ഇങ്ങനെ പൊസിഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എത്രാമത്തെ ടേം ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എത്രാമത്തെ ടേം ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ റിലേറ്റഡ് സാധനമാകുമ്പോൾ നമ്മൾ എന്താണ് AN എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു പൊസിഷൻ കൊടുക്കുന്നു. ലെറ്റ് AN = -81 കൊടുക്കുന്നു. അണ്ടർസ്റ്റാൻഡ്? കാരണം എന്നാമത്തെ ടേമാണ് -81 എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്താ വരും? AN ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ A + n - 1 × D = -81. അപ്പോൾ A എന്താണ്? 21 + n - 1 × D. D എന്താണ്? 19, 20, 21 -3 അല്ലേ? -81. അപ്പോൾ n - 1 × -3 ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. ഇൻറ്റു ആണ് ഇവിടെ കേട്ടോ. ഇൻറ്റു ആണ്, മറന്നു പോരുത്. -81 -21 വരും. സോ n - 1 × -3 ദിസ് ഈസ് -102. So n - 1 = -102/-3. -ഉം ക്യാൻസൽ ആവും. 34 വരും. സോ n വിൽ ബി 34 + 1 ദാറ്റ് ഈസ് 35. അതായത് എന്താണ്? A 35 ആണ്. AN ആണ് -81 എന്ന് പറയുമ്പോൾ n 35 എന്ന് പറയുമ്പോൾ A 35 ആണ് -81. ഇൻ ഷോർട്ട്
its 35th term is minus 81. 35th term. Understood? കറക്റ്റാണ് ആൻസർ. ഇനി ഇതിൽ എത്രാമത്തെ ടേമാണ് സീറോ? ഇതിലേതെങ്കിലും ഒരു ടേം സീറോ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ടേമായിട്ട് സീറോ വരുവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ തന്നെ വേറൊരു ഇതിലും ചോദിക്കാം, ഇതിൽ എത്രാമത്തെ ടേമെങ്കിലും ആണോ സീറോ, അല്ലെങ്കിൽ ഇത് ഈ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾസോ ഈസ് എനി ടൈം സീറോ, അതായത് ഇതിലൊരു സീറോ വരുമോ എന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും എത്രാമത്തെ ടൈമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, എ എൻ ആയിട്ട് അതിനൊരു പൊസിഷൻ നമ്മൾ അങ്ങ് അസൈൻ ചെയ്ത് കൊടുക്കുക. എങ്ങനെ, ലെറ്റ് എ എൻ ഈസിക്കൽ സീറോ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിലിപ്പം ആദ്യത്തെ ചോദ്യം എന്താണ്, ഒന്നുകൂടെ പറയാം. ഇതിൽ എത്രാമത്തെ ടൈമെങ്കിലും ആണോ -81, അതായത് ഇതിലെവിടെയെങ്കിലും -81 വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു പൊസിഷൻ വേണമല്ലോ അതിന്, എങ്കിലല്ലേ അത് വരുള്ളൂ. അപ്പോൾ നമ്മൾ എ എൻ ഈസിക്കൽ -81 കൊടുത്തു, അങ്ങനെ എന്ന് കണ്ടുപിടിച്ചു. എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് -81 എന്നുള്ള ടൈം വരും 35th ടൈമായിട്ട്. എന്ന് കണ്ടുപിടിക്കാം. എന്നിപ്പോൾ ഒരു ഇൻറ്റിജറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി എ ടൈം എന്ന് പറയാം നമുക്ക്. അതുപോലെ ഇത് നമ്മൾ ചെയ്യുന്നു, എ എൻ ഈസിക്കൽ 0 കൊടുക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ ഇവിടെ a+n-1 × d കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, 21 + n-1 × എന്താണ് -3 = 0 എന്ന് വരും. സോ n-1 × -3 × -3 is equal to -21. So n-1 it will be -21 by -3. So n-1 will be 7. So n will be 8. അപ്പോൾ 8th ടേം ആണ് 0. ഇറ്റ്സ് 8th ടേം is 0 എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് പറയുക, ഡിറ്റർമൈൻ എ പി ഹൂസ് തേർഡ് ടൈം ഈസ് 5 ആൻഡ് സെവൻത് ടൈം ഈസ് 9. അതായത് തേർഡ് ടൈം 5ഉം സെവൻത് ടൈം 9ഉം ആയിട്ടുള്ള ഒരു എ പി ഫോം ചെയ്യാനാണ് പറയുന്നത്. തേർഡ് ടൈം 5 എന്ന് പറഞ്ഞാൽ എന്താണ്, a+2d അല്ലേ? തേർഡ് ടൈം 5 എന്ന് പറഞ്ഞാൽ a3 ഈസ് 5, സെവൻത് ടൈം 9 എന്ന് പറഞ്ഞാൽ a7 ഈസ് 9. ഈ a3 ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ a+2d ഈസ് ഈക്വൽ ടു 5. a7 ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ a+6d ഈസ് ഈക്വൽ ടു 9 അല്ലേ? അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഡിറ്റർമൈൻ ആൻ എ പി എന്നല്ല പറഞ്ഞേക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ഇത് എഴുതിയേ പറ്റുള്ളൂ. എന്ത്, കൺസിഡർ ആൻ എ പി വിത്ത് ഫസ്റ്റ് ടൈം എ ആൻഡ് കോമൺ ഡിഫറൻസ് ഡി എന്ന് എഴുതണം. കാരണം നമ്മളിവിടെ എയും ഡി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് എയും ഡി എന്താണെന്ന് അറിയില്ലല്ലോ. ഇവൻ എന്താണ് എയും എന്തിനാണ് ഡി എന്ന് കൊടുത്തതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എയും ഡിയും ഉപയോഗിക്കുന്ന എയും ഡിയുമായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ എയും ഡിയു ആയിട്ട് തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ അതൊന്ന് ഡിഫൈൻ ചെയ്യണം. കൺസിഡർ ആൻ എ പി വിത്ത് ഫസ്റ്റ് ടൈം എ ആൻഡ് കോമൺ ഡിഫറൻസ് ഡി. So a3 is equal to 5 means a+2d is equal to 5, a7 is equal to 9 means a+6d is equal to 9. Let be equation number 1 and 2 and subtracting it അല്ലേ? നിങ്ങൾക്കറിയാം ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ നമ്മൾ സോൾവ് ചെയ്യുന്ന പോലെ സബ്ട്രാക്ട് ചെയ്യുക. കാരണം ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഒന്ന് ലൈവിൽ പറഞ്ഞിരുന്നു, ഇത് രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് a3 5 എന്നുള്ളതിൽ ഒരു എക്സ്പ്രഷൻ കിട്ടും, a7 9 എന്നുള്ളത് വേറെ എക്സ്പ്രഷൻ കിട്ടും. ഇത്രയേ കിട്ടാനുള്ളൂ, അതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഇതിന് സോൾവ് ചെയ്യലേ നിവർത്തിയുള്ളൂ. സബ്ട്രാക്ട് ചെയ്യുക. a-a0 6d - 2d 4d. 4d is equal to 9 - 5 is 4. So d will be 1. d 1 കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഈ ഡി എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എ കിട്ടും. ഉദാഹരണത്തിന് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡി is equal to 1 in സെക്കൻഡ് ഇക്വേഷൻ ഓർ ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് വരും, a+2 is equal to 5 വരും. സോ a is equal to 3 വരും, നമുക്ക് 3 വരും. അപ്പോൾ എങ്ങനെയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ വരിക, ഫസ്റ്റ് ടൈം 3 ആണല്ലോ, കോമൺ ഡിഫറൻസ് 1ഉം, അപ്പോൾ 4 3 4 5 6 എന്ന് വരും, അങ്ങനെ വരും. ഓക്കെ, അടുത്ത് ചെക്ക് വെദർ 301 ഈസ് എ ടേം ഓഫ് ദിസ് എ പി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 301 ഇതിലെ ടേം ആണോ എന്ന് നോക്കാൻ. 301 ഇതിലെ ടേം ആണെങ്കിൽ ഈ ടേമിനൊരു ഇതിലൊരു പൊസിഷൻ വേണമല്ലോ. ആ പൊസിഷൻ nth ടേം ആണെന്ന് വിചാരിക്കുക. പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യനും an ഫോർമുലയാണ് ഉപയോഗിക്കുക. 301 ഇതിലെ ടേം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെവിടെയോ 301 വരണം, അതായത് ഏതെങ്കിലും ഒരു ടേം 301 ആയിട്ട് വരണം. അപ്പോൾ ലെറ്റ് എന്ത് ചെയ്യുക, an is equal to 301 എന്ന് കൊടുക്കുക. അപ്പോൾ a+n-1 × d എന്ത് വരും, 301 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ് 5 + n-1 × 6 അല്ലേ, ഈസ് ഈക്വൽ ടു അല്ലേ, അതെ 301. സോ n-1 × 6 എന്ത് വരും, 301 - 5 that is 296. So n-1 will be 296 by 6, അതായത് 148 by 3 എന്ന് വരും. അതായത് n-1 തന്നെ 148 by 3 എന്നാണ് കിട്ടുന്നത്. 148 ക്യാൻ ഇറ്റ് ഡിവിസിബിൾ ബൈ 3 അല്ല, അത് 148ന് 3 കൊണ്ട് ഡിവിസിബിൾ ആവാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഒരു നമ്പറിന് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് അറിയാം. ആ ഡിജിറ്റ്സിൻ്റെ സം എടുത്ത് നോക്കുക. 8 9 10 11 13. 13 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3.
അപ്പം 148 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ചുരുക്കം പറഞ്ഞാൽ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ n നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇവിടെ നിന്ന് തന്നെ എഴുതാം n വിൽ നോട്ട് ബി എ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് ഇവിടെ നിന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാം. സോ 301 വിൽ നോട്ട് ബി എ ടേം ഓഫ് ദിസ് AP എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണോ. എ സം ഓഫ് 1000 ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 8% സിമ്പിൾ ഇൻട്രസ്റ്റ്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് അറ്റ് എൻഡ് ഓഫ് ഈച്ച് ഇയർ. അതായത് ഓരോ ഒന്നാമത്തെ വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ്, രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ്, മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ്, നാലാമത്തെ വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഉണ്ടല്ലോ. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താ? ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താ? PNR/100. അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എന്ത് വരും ഇവിടെ? PNR/100 വരും എന്ന് പറയുമ്പോൾ P എത്രയാണ്? 1000. N എത്രയാണ്? ഒന്നാമത്തെ വർഷമാണല്ലോ 1. R എത്രയാണ്? എവിടെ 8/100. സോ ഇതൊക്കെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ബാക്കി എത്ര വരും? 8 × 10 80 വരും. ഇനി അടുത്തതോ വീണ്ടും PNR/100. അപ്പോൾ എന്ത് വരും? 1000 ഇൻറ്റു സെക്കൻഡ് ഇയറാണ്. അപ്പോൾ 2 × 8/100. അപ്പോൾ എത്ര വരും? 2 × 8 16 × 10 160. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഇയർ വിൽ ബി 80, സിമ്പിൾ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ദ സെക്കൻഡ് ഇയർ വിൽ ബി 160, പിന്നെ എന്ത് വരും? 240 അങ്ങനെ വരും. അപ്പം നമുക്ക് ഏത് വരും? 80 160 240 എന്ന് വരും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഇവിടുത്തെ ഡിഫറൻസ് 80 ആണ്, ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 80 ആണ്. ഇറ്റ് ഫോംസ് ആൻ AP എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതൊരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആട്ടോ. ഇങ്ങനെയാണ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡു ദിസ് ഫോംസ് ആൻ AP. യെസ്, ഇറ്റ് ഫോംസ് ആൻ AP എന്ന് മനസ്സിലായി. ഇൻട്രസ്റ്റ് അറ്റ് എൻഡ് ഓഫ് 30 ഇയേഴ്സ്, അതായത് 30ാമത്തെ വർഷം. ഇൻട്രസ്റ്റ് അറ്റ് എൻഡ് ഓഫ് 30 ഇയേഴ്സ് എന്ന് വെച്ചാൽ 30ാമത്തെ വർഷത്തിൻ്റെ അവസാനം എത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോർമലി നമ്മൾ 30ാമത്തെ വർഷത്തിൻ്റെ അവസാനം എത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ഈ ഫോർമുല എങ്ങനെ ഉപയോഗിക്കും. ഏത്? I = PNR/100 അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? P എന്ന് വെച്ചാൽ 1000, N എത്രയാണ്? 30ാമത്തെ വർഷമാണല്ലോ, ഇൻറ്റു R എത്രയാണ്? 8/100. ഇത് രണ്ടിങ്ങനെ ക്യാൻസൽ ചെയ്യും. ഇത് രണ്ടിങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 8 × 3 എത്രയാണ്? 24 × 100 എന്ന് വെച്ചാൽ 2400 എന്ന് വരും. പക്ഷേ ഇത് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ് ഫോംസ് ആൻ AP എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിൽ 30ാമത്തെ ടൈം ആയിരിക്കില്ലേ? ഇത് ഒന്നാമത്തെ വർഷത്തെ പലിശ, ഇത് രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ്, ഇത് മൂന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ്. ക്വസ്റ്റ്യൻ ഏതാണ്? 30ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 30ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം ഇതിൽ 30ാമത്തെ ടൈം ആയിരിക്കില്ലേ? ഇത് ഫസ്റ്റ് വർഷത്തെ ഇൻട്രസ്റ്റ്, ഇത് സെക്കൻഡ് വർഷത്തെ ഇൻട്രസ്റ്റ്, ഇത് മൂന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ 30ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് വിൽ ബി ഇറ്റ്സ് 30th ടൈം. അതായത് 30 ആയിരിക്കും. അത് ഈ ഫോളോയിങ് മീ. അപ്പോൾ A+29D കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് A എന്താ? ഇവിടുത്തെ 80 + 29 ഇൻറ്റു D എന്താ? ഇവിടുത്തെ D എന്താ? അത് 80 തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ എത്ര വരും? 80 പ്ലസ് ഇത് ചെയ്താൽ മതി. അപ്പം വി വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ഇവിടെ 2400 കിട്ടിയത് തന്നെ ഇവിടെയും കിട്ടും. അപ്പോൾ നിങ്ങൾ കേസ് സ്റ്റഡിക്കൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ മെത്തേഡിൽ തന്നെ ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. കിട്ടുമായിരിക്കും, പക്ഷേ AP ചെയ്യാനാണ് അവരങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ നോ. സോ ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്തു. നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയമുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന ക്വസ്റ്റ്യൻ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തുതരാം. അല്ലാതെ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ വീഡിയോയിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ള കുട്ടികൾ എന്നെ വന്ന് കാണും. ഓക്കെ, സോ താങ്ക് യു.